ഹായ് പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഹൃദയം നിറഞ്ഞ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കുട്ടികൾക്കും ദീപാവലി ആശംസകൾ. പിന്നെ അത് ദീപാവലി എന്ന് പറയുമ്പോൾ നമ്മൾ അധികം മധുരങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് ക്യാരറ്റ് അൽവയാണ് ഉണ്ടാക്കാൻ പോണത്. അടിപൊളിയായിരിക്കും, നമുക്ക് കഴിക്കാം. എല്ലാവർക്കും നമ്മൾക്ക് ആകൃതികളൊക്കെ വരുന്നവർക്കോ കുട്ടികൾക്കോ എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റിയുള്ള നമ്മുടെ വിറ്റാമിനുള്ള ക്യാരറ്റാണ് ഞാൻ എടുത്ത് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിലെന്തൊക്കെയാണ് വേണ്ട സാധനങ്ങളെന്നൊന്ന് പരിചയപ്പെടുത്തിയാലോ. ഫസ്റ്റ് നമുക്ക് ക്യാരറ്റാണ് വേണ്ടത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 10 കിലോ ക്യാരറ്റാണ്. നല്ല ഫ്രഷ് ക്യാരറ്റ് കിട്ടി. പിന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് 10 കിലോ പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്, നോക്കിക്കോളൂ. 4 ലിറ്റർ പാല്. പിന്നെ വേണ്ടത് നമുക്ക് 3 ലിറ്റർ നെയ്യ് എടുത്തിട്ടുണ്ട്, 50 ഗ്രാം ഏലക്കായ എടുത്തിട്ടുണ്ട്. ഇത്രയും വെച്ചിട്ടാണ് ഞാൻ ക്യാരറ്റ് ഹൽവ ചെയ്യാൻ പോണത്. നമ്മൾക്കിപ്പോൾ എന്താ വേണ്ടത്, ഇതിൻ്റെ വാലും തലയൊക്കെ ഒന്ന് മുറിച്ചിട്ട് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കണം. ഫസ്റ്റ് നമുക്കത് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഇത് നമുക്ക് പ്രശ്നമാണ്, അതുകൊണ്ടാണ് ഞാൻ പറയണത്. ഒരുപാട് അങ്ങനെ അരിയണമെന്നൊന്നുമില്ല. അതങ്ങനെതാ ഇതാ വെറുതെ ഒന്നിങ്ങനെ ആക്കി വിടുക, ഇത്രയേ വേണ്ടുള്ളൂ. ഇതാ അപ്പം ഇതേപോലെ ഞാൻ എല്ലാം കളയട്ടെ, നമുക്ക് എന്നിട്ട് കാണാം. അപ്പം അങ്ങനെ വാലും തലയൊക്കെ കളഞ്ഞു. ഇനി നമുക്ക് വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം. അങ്ങനെ ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കിടക്കട്ടെ. അപ്പം അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു, നമുക്കൊന്ന് വാരിയിടാം. അങ്ങനെ ഇനി ഒരിക്കൽ കൂടി നമുക്ക് കഴുകിയെടുക്കാം. അപ്പോൾ അങ്ങനെ 2-3 പ്രാവശ്യം കഴുകി കഴിഞ്ഞു. ഇനി നമുക്കത് അവിടെ കൊണ്ട് വയ്ക്കാം. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഇതിന് നല്ല പോലെ ഒന്ന് ചീവി എടുക്കണം. ഇതേപോലെ നമുക്ക് എല്ലാം ഒന്ന് ചീവിയെടുക്കാം. അപ്പോൾ അങ്ങനെ എല്ലാ ക്യാരറ്റും നല്ലപോലെ ചീവി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് എന്താ വേണ്ടത്, നമുക്ക് അടുപ്പ് കത്തിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടുപ്പ് നന്നായി കത്തി വന്നിട്ടുണ്ട്. നമുക്ക് പാത്രം വെച്ച് കൊടുക്കാം. പാത്രം എപ്പോൾ വെക്കുമ്പോൾ അടി കട്ടിയുള്ള പാത്രം വെക്കണം. എന്താണെന്ന് വെച്ചാൽ അത് നല്ല ഇളക്കിക്കൊണ്ടിരിക്കേണ്ട സാധനമാണ്. ഇപ്പോൾ ഞാൻ 5 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാത്രം ചൂടായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കണം. പാലൊന്ന് ഇളക്കി കൊടുക്കട്ടെ. ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, എന്നാലേ പാട കെട്ടാണ്ടിരിക്കും. ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ചും കൂടെ ഉണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. പാലിൽ അങ്ങനെ കിടന്ന് നന്നായി വേവട്ടെ. നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. നന്നായി ഒന്ന് വേവട്ടെ, അതുവരയ്ക്ക് നമുക്കൊന്ന് മുടി വെക്കാം.
അങ്ങനെ 1 മണിക്കൂറായി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇളക്കി കൊടുത്ത് നോക്കാം. 1 മണിക്കൂറായാലും നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടുപ്പി ചെയ്യുന്ന കാരണമാണ് ഇങ്ങനെ. ഇതപ്പോൾ ഈ പരുവമായിട്ടുണ്ട്, നോക്കിക്കോളൂ. ഇതാ ഈ പരുവമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പഞ്ചസാര കൊട്ടിക്കൊടുക്കാം. അങ്ങനെ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്, നോക്കിക്കോളൂ. നമ്മൾ ക്യാരറ്റ് വാങ്ങിക്കുന്ന സമയത്ത് ചില ക്യാരറ്റ് നല്ല മധുരം ഉണ്ടാകും, ചിലത് ഇത്തിരി മധുരം കുറവായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ മധുരം ഇട്ട് കൊടുക്കണമെങ്കിൽ. മധുരം എന്തായാലും കൂടുതൽ വേണം, മുകളിൽ നിൽക്കുകയും വേണം. അങ്ങനെ ഇനിയിപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്തു. പഞ്ചസാരയിലിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. അത് നല്ലോണം ഒന്ന് വറ്റണം. ഏകദേശം 1 മണിക്കൂറെങ്കിലും ആവും. അപ്പോൾ അങ്ങനെ 1 മണിക്കൂറായി നല്ല പോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ 3 ലിറ്റർ നെയ്യാണ് ഒഴിച്ചു കൊടുക്കണം, നോക്കിക്കോളൂ. അങ്ങനെ നമ്മുടെ പഞ്ചസാരയും ക്യാരറ്റൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഏലക്കായ് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. 50 ഗ്രാം ഞാൻ ഏലക്കായ് എടുത്തിട്ടുണ്ട്. പഞ്ചസാരയും കൂടി നന്നായി പൊടിച്ചത് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ നെയ്യൊക്കെ ഒഴിച്ചാൽ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇതിൻ്റെ പാകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്യ് വേർവിട്ട് വരും. ഇതാ കണ്ടില്ലേ, നെയ്യ് വേർവിട്ട് നിൽക്കണം, ഇങ്ങനെയാണ് ഇതിൻ്റെ അടയാളം. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതിൽ ഏത് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഇട്ട് കൊടുക്കാൻ പോണത് അണ്ടിപ്പരിപ്പാണ്. ഒരു 2 കൈ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം സെറ്റായി നമുക്ക് ഇറക്കി വയ്ക്കാം. ഇപ്പോൾ ഞാനിത് എല്ലാം റെഡിയായി. ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താ വേണ്ടത്? ഇപ്പോൾ ഇങ്ങനെ നമുക്ക് എടുത്ത് പാത്രത്തിലാക്കിയിട്ട് വെറുതെ നമുക്ക് കഴിക്കാനും പറ്റും. ഇല്ല നമുക്ക് കട്ട് ചെയ്ത് കഴിക്കണവരും ഉണ്ട്. ഇല്ല നമുക്ക് ഐസ്ക്രീം ഇട്ടിട്ട് സൂപ്പറായിട്ട് കഴിക്കുന്നവരും ഉണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഓരോ ഇഷ്ടം. അപ്പോൾ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് എന്താണ്, കട്ട് ചെയ്ത് കഴിക്കണ പോലെയാണ്. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്ന പാത്രത്തിലേക്ക് ആക്കണതെന്ന് കാണിച്ചു തരാം. അപ്പോൾ എല്ലാം ഞാൻ ഇതിൽ കൊട്ടി സെറ്റാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഒന്ന് കറക്റ്റ് ചെയ്യാം. അപ്പോൾ സൈഡൊക്കെ ഒന്ന് ഞാൻ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്കിവിടെ ചപ്പാത്തി കൊലയുള്ളൂ. ഇതുകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരു സൈഡിൽ നിന്ന് വരുത്തണം. നമ്മുടെ കറക്റ്റ് ലെവൽ എങ്ങനെയാണ് നമുക്ക് അതിനാണ് ഞാനിത് ലെവലാക്കി കൊടുക്കണത്.
ഇതെന്തിനാ ഇങ്ങനെ ഉരുട്ടിന് വിചാരിക്കുമായിരിക്കും. ഇതിൽ എയർ ഹോൾ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിരിക്കുള്ളൂ കട്ടിങ്. അപ്പോൾ അങ്ങനെ തട്ടത്തിലൊക്കെ കൊട്ടി അടിപൊളി ചന്തമാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് കട്ടിങ് ആണ്. അപ്പോൾ അങ്ങനെ എല്ലാം സെറ്റായി കഴിഞ്ഞു. ഇനി ഞാൻ വിളിക്കാൻ പോണത് ഞാൻ ഫൈസലിനെയാണ് ടേസ്റ്റ് ചെയ്യാൻ വിളിക്കുന്നത്. അപ്പോൾ ഫൈസലേ വരൂ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പാടി കിച്ചന്റെ ദീപാവലി ആശംസകൾ. പുഷ്പമ്മ, രാവിലെ തുടങ്ങിയ പണിയല്ലേ ഇത്? അതെ. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇപ്പോൾ 10 കിലോ അല്ലേ? അപ്പോൾ ഇതിപ്പോൾ എത്ര കിലോ ഉണ്ടാവും? ഞാൻ 10 കിലോ വെച്ചിട്ടാണ് ചെയ്തത്. 12-13 കിലോ ഉണ്ടാവും തോന്നുന്നു അല്ലേ? പഞ്ചസാരയും എല്ലാ സാധനങ്ങളും 13 കിലോ. അതെ. അപ്പൊ ഇതിങ്ങനെ കഴിക്കാൻ പറ്റില്ല, നമുക്ക് കട്ട് ചെയ്യണം. നിന്റെ ഇഷ്ടത്തിന് കട്ട് ചെയ്തോളൂ. നമുക്കൊരു അടിപൊളി ഡയമണ്ട് കട്ടിങ് ഉണ്ട് അടിച്ചാലോ അല്ലേ? സ്ക്വയർ കട്ടിങ് വേണ്ട. സ്വീറ്റ്സ് ഒക്കെ എല്ലാവരും ഡയമണ്ട് കട്ടിങ് ആയിരിക്കും അടിക്കുക. അപ്പൊ നമുക്കൊരു ഡയമണ്ട് കട്ടിങ് അടിക്കാം. കട്ടിങ് എങ്ങനെയുണ്ട്? കട്ടിങ് പെർഫെക്റ്റ്. ഓക്കെ, നമ്മുടെ ഡയമണ്ട് കട്ടിങ് ആണ്. അതെ. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ സത്യത്തിൽ ഇത് ചെറുപ്പം മുതലേ കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. എന്നാലും ഒന്ന് നോക്കട്ടെ. പ്രാവശ്യത്തെ ദീപാവലി കുശാല് ഒന്നും പറയാനില്ല. അടിപൊളി പറയാം. അടിപൊളി പറഞ്ഞാൽ അടിപൊളി. ഏകദേശം എത്ര 5-6 മണിക്കൂറായില്ലേ? അതെ, 5-6 മണിക്കൂറായി. അതായത് ഇത് വേവല് നല്ല ഇതായിട്ടൊക്കെ വരണല്ലോ. എന്തായാലും ഒരു 5-8 മണിക്കൂർ എടുത്തു. ഇതിന്റെ നമ്മളെ പാല് ചേർത്തില്ലേ? അതെ. അത് പ്രത്യേകം അറിയേണ്ടി പറയാം. സാധാരണ ആൾക്കാരൊക്കെ കുറെ ആൾക്കാർ വെള്ളം ചേർത്തിട്ട് വേവിക്കാറുണ്ട്. അതെ. പക്ഷെ പാല് ചേർത്ത് വേവിക്കുമ്പോണ്ടല്ലോ പെർഫെക്റ്റ് ആയിരിക്കും പറയാം. അതെ. ഇതിന്റെ ടേസ്റ്റ് ഇങ്ങനെ കിട്ടാൻ ഏറ്റവും കൂടുതൽ കനലിൽ അളക്കണം അല്ലേ? വിറകടുപ്പിൽ ഇത് ഉണ്ടാക്കണതാണ് കൂടുതൽ ഉണ്ടാക്കണവർക്ക്. വിറകടുപ്പിൽ ഉണ്ടാക്കി അടിപൊളി ടേസ്റ്റി ആയിരിക്കും. അപ്പൊ നമുക്ക് വേറെ കൂടുതലൊന്നും പറയാനില്ലല്ലോ? ഒന്നും പറയാനില്ല. അപ്പൊ എന്റെ ഹൃദയം നിറഞ്ഞ ഒന്നും കൂടെ ഞാൻ പറയണേ, എന്റെ ഹൃദയം നിറഞ്ഞ എന്റെ പ്രത്യേകമായിട്ട് ദീപാവലി ആശംസകള്. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കുക. അപ്പൊ അടുത്ത പാടി കിച്ചന്റെ പുതിയ വീഡിയോയുമായി ബൈ.